തിരുവനന്തപുരം ഏകദിനത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് കൂറ്റൻ ജയം. 317 റൺസിനാണ് ഇന്ത്യ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത്. 73 റൺസ് എടുക്കുന്നതിനിടെ ശ്രീലങ്കൻ താരങ്ങളെല്ലാം പുറത്തായി. 3 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പരമ്പര തൂത്തുവാരി. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ലോക റെക്കോർഡ് ഇന്ത്യ മറികടന്നു. നന്ദകുമാർ ചേരുന്നു. നന്ദൻ, ഇന്ത്യ പരമ്പര തൂത്തുവാരുന്നു. മികച്ച പ്രകടനം, പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയുടേത് സച്ചിനെ മറികടന്നുള്ള റെക്കോർഡ് ഭേദിച്ചുള്ള പ്രകടനമായിരുന്നു ഗ്രീൻഫീൽഡിലേത്. എങ്ങനെ വിലയിരുത്തുന്നു ഇന്നത്തെ കളി? തീർച്ചയായും തന്നെ ഒരു ചരിത്ര വിജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ തിരുവനന്തപുരം കാര്യവട്ടം എന്ന സ്റ്റേഡിയവും ചരിത്രത്തിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 290 റൺസ് ആയിരുന്നു ഇതിനു മുമ്പ് ലോക റെക്കോർഡ്, അതായത് ഏറ്റവും വലിയ മാർജിനിൽ ജയിക്കുക. അത് ന്യൂസിലൻഡിന്റെ പേരിലായിരുന്നു. പക്ഷേ അത് തിരുത്തിക്കുറിച്ചുകൊണ്ട് ഇന്ത്യ 317 റൺസിന് ശ്രീലങ്കയെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ നോക്കിക്കാണുന്നത് കാണികളുടെ ഒരു ആവേശം തന്നെയാണ്. മത്സരം അടിപൊളി മത്സരമായിരുന്നു. ഈ ഒരു മത്സരം നമ്മൾ ആദ്യം വന്നപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. ഒരു ആവേശം കുറഞ്ഞ രീതിയിലേക്ക് പോകുന്നു. പിന്നെ ആദ്യ സെഞ്ചുറി അടിക്കുന്നു, രണ്ടാം സെഞ്ചുറി വിരാട് കോഹ്ലി അടിക്കുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ കണ്ടത് ഒരു ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു. എങ്ങനെയാണ് ഒരു കാണികൾ എന്ന രീതിയിൽ ആ ഒരു മത്സരത്തെ നോക്കിക്കണ്ടത്? മാച്ചായിരുന്നു. വിരാട് കോഹ്ലി അടിപൊളിയായിരുന്നു. ഞങ്ങൾ കോഹ്ലിനെ കാണാനാണ് മെയിനായിട്ട് വന്നത്. അതുപോലെ തന്നെ അടിപൊളി മാച്ചായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ജയിക്കുന്നത്. അതുപോലെ തന്നെ കോഹ്ലി സെഞ്ചുറി അടിച്ചു, കൈലി സെഞ്ചുറി അടിച്ചു. അതെല്ലാം കണ്ടപ്പോൾ വളരെയേറെ സന്തോഷമായി. കുറച്ചുണ്ടായിരുന്നു, ആദ്യമൊക്കെ കുറഞ്ഞിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല കാണികളായിരുന്നു. അടിപൊളിയായിരുന്നു, പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. ഞങ്ങൾ വയനാട്ടിലാണ് ഇതിനു വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ 2 സൂപ്പർ സെഞ്ചുറീസ് കാണാൻ പറ്റി. പിന്നെ ബാറ്റിംഗ് ട്രാക്ക് മാത്രമല്ല എന്നുള്ളത് സിറാജിന്റെ ബോളിംഗ് കൂടി നമുക്ക് മനസ്സിലാക്കാനും പറ്റി. സൂപ്പർ സ്പെല്ലായിരുന്നു സിറാജ് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ ഐതിഹാസികമായ ഒരു വിജയവും, ഇതിൽ റണ്ണ് വരുന്നില്ല എന്നുള്ളൊരു കുഴപ്പമുണ്ടായിരുന്നു ഈ പിച്ചിന്. വിക്കറ്റിന് കഴിഞ്ഞ T20 തീരെ റണ്ണ് വന്നിട്ടില്ല എന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂടി മാറ്റി കുറിച്ചുകൊണ്ട് വളരെ വളരെ നല്ലൊരു ഇന്നിങ്സും 2 ഇന്നിങ്സും നമുക്ക് കാണാൻ പറ്റി. അതിന്റെ ഇടയ്ക്ക് ശ്രീലങ്കന്റെ ഒരു പ്ലെയറിന് ഒരു പരിക്ക് പറ്റിയതിന്റെ ഒരു സങ്കടമുണ്ട്. അല്ലാത്തതൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇത്രയും വലിയൊരു വിജയം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ടോസ് കിട്ടി ബാറ്റിംഗ് തെരഞ്ഞെടുത്തപ്പോൾ തന്നെ നമുക്ക് സൂര്യകുമാറിനായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പകരം എന്തായാലും കോഹ്ലി അടിച്ചു. അതുപോലെ തന്നെ ഗില്ലും വളരെ നന്നായിട്ട് കളിക്കാൻ ഗില്ലിനും കഴിഞ്ഞു. പിന്നെ സൂര്യകുമാർ പെട്ടെന്ന് പോയതിന്റെ ഒരു സൂര്യകുമാറിന്റെ ഫാനാണോ? അതെ, സൂര്യകുമാറിന്റെ ഫാനാണ്. 360 ഒന്നും കാണാൻ പറ്റിയില്ല. വെറും 4 ബോളെ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലി നമുക്ക് 166 റൺസ് അടിച്ചു. വിരാട് കോഹ്ലി എന്തായാലും ഒരു ലെജൻഡ് തന്നെയാണ്. തുടർച്ചയായിട്ടുള്ള 2ാമത്തെ സെഞ്ചുറിയാണ്. റെക്കോർഡ് കൂടെ ഈ ഒരു മത്സരത്തിൽ തിരുത്തിയിരിക്കുകയാണ്. സച്ചിനെ പിന്തള്ളി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിക്കുന്ന ഒരു താരം 21ാം സെഞ്ചുറി അദ്ദേഹം കുറിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു 50 സെഞ്ചുറികൾ നമുക്ക് ഇനിയും കാണാൻ സാധിക്കും. 46 ഇനി 4 കൂടെ ഉള്ളൂ. തീർച്ചയായിട്ടും കാണും. അത് നമുക്ക് ഈ അടുത്ത വർഷം തന്നെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത്. ഏതായാലും അവരെല്ലാരും വലിയ ആവേശത്തിലാണ്. ഇത് തന്നെയാണ് തലസ്ഥാനത്തെ ഒരു കാര്യവട്ടത്തെ ഒരു സ്ഥിതിവിശേഷം. ഒരുപാട് ആരാധകരൊക്കെ തന്നെ നേരത്തെ മടങ്ങിയിരുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. കാരണം 7:45 ഒരു മത്സരം കഴിയുന്നു. കാരണം 9 വിക്കറ്റ് മാത്രമാണ് ഇതിൽ ശ്രീലങ്കൻ ടീമിൽ ഉണ്ടായിരുന്നത്. അവസാനത്തെ ഒരു വിക്കറ്റ് അത് ഒരു പരിക്കേറ്റ് പുറത്തായ ഒരു താരവും കൂടിയായിരുന്നു. അങ്ങനെ ഈ ഒരു മത്സരം കാര്യവട്ടത്തിന് ഇനി ചരിത്രം എഴുതി കുറിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മത്സരത്തിൽ ആദ്യം മുതൽ തന്നെ ഇന്ത്യ ആധിപത്യം പുലർത്തിയിരുന്നു. 95 റൺസ് വരെ ആദ്യ കൂട്ടുകെട്ട് കൊണ്ടുപോകുന്നു. പിന്നെ അതിനുശേഷം ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലി മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. രണ്ടുപേരും സെഞ്ചുറി അടിക്കുകയും ഏറ്റവും മികച്ച ഒരു പ്രകടനം വിരാട് കോഹ്ലിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. 166 റൺസ് എന്ന ഒരു ഉഗ്രൻ പ്രകടനം വിരാട് കോഹ്ലിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ശുഭ്മാൻ ഗില്ലും മികച്ച പ്രകടനം 116 റൺസ് എടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല മറ്റിറങ്ങിയ മറ്റെല്ലാ താരങ്ങളും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. പ്രത്യേകിച്ച് ശ്രേയസ് അയ്യർ പോലുള്ള താരങ്ങൾ, മറ്റ് രോഹിത് ശർമ്മ അടക്കമുള്ള താരങ്ങളൊക്കെ തന്നെ മികച്ച രീതിയിൽ അവർക്ക് ബാറ്റ് ചെയ്യാൻ സാധിച്ചു. തിരിച്ച് ബോളിംഗിലേക്ക് വരുമ്പോഴും മികച്ച പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. കാരണം മുഹമ്മദ് സിറാജിന്റെ ആ ഒരു സ്പെൽ അത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം മാത്രമാണ് 10 ഓവർ എറിയുകയും ചെയ്തത്. അദ്ദേഹം 4 വിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്തു. അതുമാത്രമല്ല കുൽദീപ് യാദവിന്റെ ഒരു മാജിക്കൽ സ്പെല്ലും ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയും ആരാധകരൊക്കെ ഇവിടെ തന്നെയുണ്ട്. എങ്ങനെ തോന്നുന്നു ഈ ഒരു മത്സരം? വലിയൊരു ആവേശം നിറഞ്ഞൊരു മത്സരമായിരുന്നു. അതെ, വളരെ ആവേശം നിറഞ്ഞൊരു മത്സരമായിരുന്നു. നമ്മള് ഇന്ത്യയുടെ കളിയായാലും വിരാട്ടിന്റെ കളിയായാലും നമ്മളെ വളരെയധികം ആവേശത്തിലാക്കിയായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു സെഞ്ചുറി ഉണ്ടാകും, 317 റൺസിന് ജയിക്കുമെന്നൊക്കെ? പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇന്ത്യ ജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ വന്നത്. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ടൊരു വിജയമായി പോയി.
നമ്മളിവിടെ അടുത്ത് തന്നെ മംഗലപുരം ഒരുക്കുമ്പോഴാണ്. ഈ ഒരു മത്സരം 317 റൺസ് വലിയൊരു ചരിത്രമാണ്. ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു മാർജിനിൽ ഒരു ടീമും ജയിച്ചിട്ടില്ല. ന്യൂസിലാൻഡിന്റെ പേരിലായിരുന്നു 290 റണ്ണായിരുന്നു. അത് ഇന്ത്യ ഇപ്പോൾ തിരുത്തി എഴുതി. അപ്പോൾ ഇനി തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയവും ചരിത്രത്തിൽ എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആവേശം ഒരു തിരുവനന്തപുരത്തുകാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? വളരെ ആവേശം. പക്ഷേ ഒരു ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റേഡിയം ഫുൾ അല്ലായിരുന്നു. അത് മാത്രമായിരുന്നു ഒരു ഇതായിട്ട് തോന്നിയത്. കാരണം മുമ്പ് എല്ലാ കളികളും നമ്മൾ സ്ഥിരം കാണുന്നതാണ്. എല്ലാത്തിലും വരുമ്പോഴും നല്ല ആവേശവും ആ സ്റ്റേഡിയം ഫുള്ള് നിറഞ്ഞിരിക്കുന്നത് കാണാൻ എന്തുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാണികൾ വരാത്തതിന്റെ ഒരു കാണികളുടെ തന്നെ ഒരു റീസൺ എന്താണെന്നറിയില്ല. ഇനി ആ 50 ഓവർ കളി ആയതുകൊണ്ടാണോന്നും അറിയാം. മന്ത്രിയുടെ എന്തെങ്കിലും പ്രതികരണം കുറിച്ച് പറയാൻ എന്തോ അറിയില്ല. പക്ഷെ എന്നാലും അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വന്ന കാണികൾക്ക് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം. നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇതിലും വലിയൊരു മത്സരം നമുക്ക് ഇനി ഒരിക്കലും ജന്മത്തിൽ കാണാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. അതെ, അങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പം വേറെ എവിടെയെങ്കിലും നടന്നാലും നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്നത് കാണാൻ നമുക്കൊരു പ്രത്യേക ആവശ്യം തന്നെയാണ്. എന്തായാലും ഇത് തന്നെയാണ് ആരാധകരുടെ ഒരു പ്രതീക്ഷ, ആരാധകരുടെ ഒരു ആവേശം. ഈ ഒരു മത്സരം ഈ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മളോടൊപ്പം എഡിറ്റർ കൂടി ചേരുന്നുണ്ട്. സാർ എങ്ങനെയാണ് ഈ ഒരു മത്സരം കണ്ടത്? ഞാൻ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. സാറിന്റെ ഓരോ വിക്കറ്റിനും ചിയർ ചെയ്യായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മത്സരം? അല്ല, ഇതില് നമ്മൾ കാണികൾ എന്നുള്ള നിലയിൽ, ഞാനൊരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ അപ്പുറം കാണികളുടെ ഒരു പൊതുവായ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇത്തവണയെങ്കിലും ഒരു മുഴുവൻ ക്രിക്കറ്റ് മത്സരം ഇവിടെ കാണാൻ കഴിയണമെന്നാണ്. 2020 വെച്ചപ്പോഴത്തേക്ക് അത് 8 ഓവർ മാച്ചായി മാറി. ODI വെച്ചപ്പോഴത്തേക്കും അതൊരു ആദ്യത്തെ ഇന്നിംഗ്സ് ഒക്കെ കൂടി ഒരു 40-45 ഓവറിൽ തീരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നെ ഈ പിച്ചിനൊരു പേരുദോഷം ഉണ്ടായിരുന്നു. ഇത് ബോളർമാരെ മാത്രം പിന്തുണയ്ക്കുന്ന വിക്കറ്റാണ്, സ്പോർട്ടി വിക്കറ്റ് അല്ല, അല്ലെങ്കിൽ ബാറ്റിങ്ങിന് ഒട്ടും അനുകൂലമല്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടംപോലെ 4ഉം 6ഉം പിറക്കുന്ന ഒരു പിച്ചാണ്, ഒരു വിക്കറ്റാണ്, ഒരു ഗ്രൗണ്ടാണ്. അപ്പൊ ആ ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു മുൻവിധി വന്നിരുന്നു. അത് മാറി. സ്വാഭാവികമായിട്ടും പലരും മാധ്യമങ്ങളടക്കം പറഞ്ഞിരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ആദ്യം ബാറ്റ് ചെയ്യാൻ കഴിയണേ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇതുവരെ ജയിച്ച ജയങ്ങളെല്ലാം ലോപ്പ് സൈഡഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഭയങ്കര വൺ സൈഡഡ് വിജയങ്ങളായിരുന്നു. 1, 2 പല കാരണങ്ങൾ കൊണ്ടും ബാറ്റിംഗ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ബാറ്റിംഗിന്റെ ഒരു ഫുൾ കരുത്ത് കാണിക്കാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് അത് മാറി. ശുഭ്മാൻ ഗില്ലും പിന്നാലെ വിരാട് കോഹ്ലിയും സെഞ്ചുറി അടിക്കുന്ന കാഴ്ച കണ്ടു. 390 റൺസ് പിറക്കുമ്പോൾ പിച്ചിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് കൃത്യമായിരുന്നു. പക്ഷെ ഈ പിച്ചിൽ, ഈ ഗ്രൗണ്ടിൽ ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് എറിഞ്ഞൊതുക്കുന്നതാണ്. അത് 2020 ആയിക്കോട്ടെ, ODI ആയിക്കോട്ടെ, ആ ഒരു ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ വൺ സൈഡഡായി കളി മാറും എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ആശങ്ക, ഇന്ത്യ ജയിക്കണം എന്നൊരു ഭാഗത്ത് വല്ലാതെ ആഗ്രഹിക്കുമ്പോഴും കാണികളിൽ ഒരുപക്ഷെ മീഡിയ ബോക്സിൽ പോലും ഞാൻ കണ്ടത്, അയ്യോ ഇവർ പാവം, ഒരു സെന്റിമെന്റ് അല്ലെങ്കിൽ ഒരു സഹതാപ തരംഗം ശ്രീലങ്കയ്ക്ക് അനുകൂലമായി വന്നോ എന്നുവരെ. കാര്യം അവരുടെ വല്ലപ്പോഴും വീഴുന്ന ഓരോ ബൗണ്ടറിയെ പോലും, ഓരോ ഫോറിനെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവിടെ നിന്നാണ് പിന്നെ ഒരു വമ്പൻ തകർച്ച. അപ്പൊ ഈ ബോളിംഗ് അല്ലെങ്കിൽ ബോളിംഗ് ചേഞ്ചിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോഴത്തേക്ക് ഓപ്പണിംഗ് ബോളേഴ്സിന്റെ 2 പേരെ മാറ്റാതെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കണ്ടു. മുഹമ്മദ് ഷമി ഒരു ഭാഗത്ത്, മുഹമ്മദ് ഷമി 5 ഓവർ എറിഞ്ഞിട്ട് പോയിട്ടും ഇപ്പുറത്തുനിന്ന് മുഹമ്മദ് സിറാജിനെ എറിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എന്താണ് ഉദ്ദേശം? അപ്പൊ വളരെ ക്ലിയർ ആയിരുന്നു ഇന്ത്യൻ ടീമിന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാൻ അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ തീരുമാനം എന്ന് പറയുന്നത് കളി നീട്ടിക്കൊണ്ടു പോകാം. അതിപ്പോ പേസേഴ്സിന് അനുകൂലമായി പിച്ച് പെരുമാറുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ പേസേഴ്സിന് അവിടുന്ന് പർച്ചേസ് കിട്ടുന്നു എന്നുള്ള ഉറപ്പായതോടുകൂടി എറിഞ്ഞൊതുക്കുക, പെട്ടെന്ന് തീർക്കുക എന്നുള്ളതിലേക്ക് നീങ്ങി. മറ്റൊരു കാര്യം, എങ്ങനെയാണ് ഈ ശ്രീലങ്കയ്ക്ക് ആദ്യം നല്ല ഫീൽഡിംഗ് ആയിരുന്നു ശ്രീലങ്ക, അത് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം എവിടെയാണ് ശ്രീലങ്കയ്ക്ക് ഒരു പിഴവ് സംഭവിച്ചത്? ഇതിൽ അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ കഴിഞ്ഞ 2 കളികളിൽ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വലിയ മേധാവിത്വത്തിന്റെ ഒരു വലിയ സംഗതിയുണ്ട്. പിന്നെ ഇന്ത്യ പടുകൂറ്റൻ സ്കോർ ഉയർത്തിയപ്പോഴും ഈ ഒരൊറ്റയാൻ ദസുൻ ഷനക വാലറ്റ് പിന്നെ മിഡിൽ ഓർഡറിൽ ഒരു ചെറിയ സപ്പോർട്ട്, അതിനപ്പുറത്തേക്ക് ഈ ടീമിന് ഫ്ലറിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ ഈ 2020 സീരീസിൽ ഇന്ത്യയോടൊന്ന് പൊരുതുകയും അവസാന മത്സരമായപ്പോൾ അതും പോയി. അപ്പോൾ മത്സരത്തിന്റെ ദൈർഘ്യം കൂടുന്തോറും കളിക്കാരന്റെ എക്സ്പീരിയൻസ്, അവന്റെ മാച്ച് പ്രാക്ടീസ്, ഈ സംഗതികളൊക്കെ രംഗത്ത് വരും. ഒറ്റ കളിയിലോ 5 ഓവറിലോ ഉള്ളൊരു പെർഫോമൻസ് കൊണ്ട് കളി ജയിക്കാനാവില്ല. ഇവിടെ മോറലി ഈ ഒരു ഇന്ത്യ മുകളിലും ശ്രീലങ്ക തോറ്റ അവസ്ഥയിലുമാണ്. 2 പരമ്പര കൈവിട്ട ശേഷമാണ് ശ്രീലങ്ക ഇവിടെ വരുന്നത്. 3 എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് മുതൽ ഇന്ത്യ കരുത്തോടെ കളിച്ചു. കാര്യം 6 റൺസ് പെർ ഓവറിൽ തുടങ്ങിയ 7ലേക്കും പറഞ്ഞ് ഒരുപക്ഷെ രോഹിത്തും ശുഭ്മാൻ ഗില്ലും ഔട്ടായ ശേഷമാണ് റൺ റേറ്റ് 7ൽ നിന്ന് താഴെയെങ്കിലും വന്നത് കുറച്ച് സമയം. ശ്രേയസ് അയ്യരും
പിന്നെ നമ്മൾ വളരെ രസകരമായ ഒരുപാട് കാഴ്ചകൾ ഗ്രൗണ്ടിൽ കണ്ടു. പിന്നെ KL രാഹുലിനെ സൂര്യകുമാർ യാദവിന് മുമ്പേ ഇറക്കിയപ്പോൾ ഉള്ള കൂവലും, ഒടുവിൽ രാഹുൽ പുറത്തായി ശ്രേയസ് അയ്യർ വന്നപ്പോൾ തന്നെ എവിടെ SKY എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു സ്റ്റാൻഡിൽ. 2 അത് കഴിഞ്ഞ് പിന്നെയും നോക്കുമ്പോൾ അടുത്ത് രാഹുൽ വരുന്നു. രാഹുൽ പുറത്താകുമ്പോഴുണ്ടായ കയ്യടി അതൊട്ടും ശരിയല്ല, പ്രൊഫഷണലി ശരിയല്ല. ഒരു ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന്, കാരണം സ്കൈയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു സ്റ്റേഡിയമാണ്. കാരണം ഇവിടെ കളിച്ച എല്ലാ മത്സരങ്ങളും സ്കൈ നല്ല പ്രകടനം കാഴ്ചവെച്ചു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കാണികൾക്ക് സൂര്യകുമാർ യാദവിനോട് കുറച്ചുകൂടി ഒരു സ്നേഹം കൂടുതൽ, അല്ലേ? അല്ല, ഇന്നിപ്പോ സ്കൈക്ക് വേണ്ടി ഒന്നും ബാക്കി വെച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. സ്കൈക്ക് വേണ്ടി ഇപ്പൊ രോഹിത് ശർമ്മ, ശുഭ്മൻ ഗില്ലും കോഹ്ലിയും, പിന്നെ 30 ബോളിൽ 37 അടിക്കുമ്പോഴത്തേക്ക് ശ്രേയസ് അയ്യറിന്റെ ബാറ്റിങ്ങിന് വേഗം പോരാ, സ്പീഡ് പോരാ, അല്ലെങ്കിൽ സ്കോറിംഗ് റേറ്റ് പോരാ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ആഗ്രഹം, ആവേശം അല്ലെങ്കിൽ അഹങ്കാരം എത്തുന്നൊരു ഒരു കാഴ്ച കണ്ടു. പിന്നെന്തായാലും വിക്കറ്റ് വീണ് തുടങ്ങിയപ്പോഴാണ് പിന്നെ ഒരു പിന്നെ ഏറ്റവും ഇതിൽ ഒരു പക്ഷേ ഈ കളിയുടെ ഒരു ഗതി പൂർണ്ണമായി മാറുകയും ഇവരാകെ മാനസികമായി തകരുകയും ഒരുപക്ഷെ പിന്നെ കാണികളുടെ ഒരു സഹതാപം വീണ്ടെടുക്കുകയും ചെയ്ത 2 പ്ലേയേഴ്സ് കൂട്ടിയിടിച്ച് വീണ ഒരു ഇപ്പോഴും അനന്തപുരി ഹോസ്പിറ്റലാണ് എന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അതിന് എന്തെങ്കിലും പിന്നെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കാര്യം അവർക്ക് പിന്നെ എല്ലാവർക്കും ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 9 വിക്കറ്റ് മാത്രം, 9 വിക്കറ്റിൽ കളി അവസാനിപ്പിക്കേണ്ടി വന്നു. അതും ഈ 2 പേരും ബൗണ്ടറി തടയാനുള്ള ആവേശത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു അർപ്പണബോധത്തിന്റെ ബലമായിട്ടാണ് ഈ അപകടം പറ്റിയത്. എന്തായാലും പിന്നെ ഉണ്ടായിരുന്ന ഏക താല്പര്യം റെക്കോർഡ് വിജയം ഇന്ത്യ നേടുമോ എന്നുള്ളതായിരുന്നു. ഓക്കെ എന്തായാലും PCR എനിക്ക് വളരെ സമ്മർദ്ദം വരുന്നുണ്ട്. എന്തായാലും ഇതാണ് ഇവിടുത്തെ ആവേശം. എഡിറ്ററാണ് എന്നോടൊപ്പം ചേർന്നത്. എന്തായാലും ക്രിക്കറ്റിന്റെ എഡിറ്റർ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും ശരി. എന്തായാലും ആ ഒരു ആവേശം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരം എന്ന രീതിയിൽ കാര്യവട്ടത്ത് ഇപ്പോൾ നടന്ന ഒരു മത്സരം മാറുകയാണ്. ശരി നന്ദൻ, തിരിച്ചു വരാം, തുടരാമോ? ഇപ്പോൾ TC മാത്യു, മുൻ KCA പ്രസിഡന്റ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മാത്യു, ഈ ഏകദിനത്തിലൊക്കെ ഇത്രയും ഈസി ആയിട്ട് റണ്ണ് സ്കോർ ചെയ്യുന്നത് അത് വളരെ അനായാസമായോ ആയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കോഹ്ലി ഉണ്ടായിരുന്നു. അതിപ്പം ആ കോഹ്ലിയിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണോ ഇന്നത്തെ മത്സരത്തിൽ നിന്ന് കാണാൻ സാധിച്ചത്? കാരണം കഴിഞ്ഞ 4 മത്സരത്തിൽ 3 സെഞ്ചുറികൾ, അതിൽ ഇന്ന് തിരുവനന്തപുരത്തെ സെഞ്ചുറി നേടിയതിലെ ഒരു അനായാസത ഒക്കെ കാണുമ്പോൾ ആ തിരിച്ചുപോക്കിലേക്ക് കോഹ്ലി എത്തി എന്ന് കരുതേണ്ടേ? കളിയെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാര്യവട്ടത്തെ വിക്കറ്റ് ഒരുപക്ഷെ 390 സ്കോർ ചെയ്തെങ്കിൽ കൂടിയും അത് രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിക്കറ്റ് ആയിരുന്നില്ല. കാരണം ഇത് വളരെയധികം ക്രാക്ക് വളരെയധികം കൂടിയിരുന്നു. ഡബിൾ പേസ്ഡ് ആയിട്ടുള്ള വിക്കറ്റ് ആയിരുന്നു. ചില സമയത്ത് ബോൾ വളരെയധികം കീപ്പിംഗ് ലോ. ഇങ്ങനെ നോക്കുമ്പോൾ അത് കാരണം ഇതൊരു പെർമനന്റ് ഒരു വെന്യൂ അല്ലാത്തതിന്റെ ഒരു ചെറിയ പ്രശ്നം വിക്കറ്റ് പ്രിപ്പറേഷൻസിലുണ്ട്. അത് ടെക്നിക്കലി സ്പീക്കിംഗ് ഇപ്പോൾ നമ്മൾ 390 റൺ സ്കോർ ചെയ്തുകൊണ്ട് ആരുമാക്കി ആ വിക്കറ്റിനെ ഒരുപക്ഷെ വിമർശിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾക്കറിയാം വിക്കറ്റ് ഡബിൾ പേസ്ഡ് ആയിരുന്നു, ക്രാക്ക് കൂടുതലുണ്ടായിരുന്നു, രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ആളുകൾ. അതുപോലെ തന്നെ കുൽദീപ് യാദവിന്റെ ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഷാർപ്പ് ടേൺ ആണെങ്കിലും ശരിക്കും ഒരു ക്രാക്കിൽ നിന്നാണ് ആ ടേൺ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് ഇതൊരു രണ്ടാമത് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിക്കറ്റ് ആയിരുന്നില്ല. ഒരു ഏകദിനത്തിലും T20യിലും സംബന്ധിച്ചിടത്തോളം തുല്യമായിട്ട് 2 ടീമിനും ഒരുപോലെ ചേസ് ചെയ്യുന്ന ടീമിന് ഒരുപോലെ കളിക്കാൻ പാകത്തിനുള്ള വിക്കറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് ഇപ്പോഴും കേരളത്തില് പലരും പഠിക്കേണ്ടിയിരിക്കുന്നു. കൊച്ചിയിലൊക്കെ ഒക്കെ പണ്ട് ഏകദിനവും മത്സരം നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ പുറത്തുനിന്നുള്ള എക്സ്പേർട്സിനെ നമ്മൾ കൊണ്ടുവന്ന് സൂപ്പർവൈസ് ചെയ്യിച്ചിരുന്നു. ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത് സംബന്ധിച്ച് ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് എനിക്കില്ല. ഒന്ന്. രണ്ടാമത് ഈ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ T20ക്കും ടെസ്റ്റിനും ഏകദിനത്തിനും സെപ്പറേറ്റ് ടീം എന്നുള്ള സ്ട്രാറ്റജി വളരെ നല്ലതാണ്. വേൾഡ് കപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. വിരാട് കോഹ്ലിക്കൊക്കെ വളരെ രോഹിത് ശർമ്മയ്ക്കൊക്കെ റെസ്റ്റ് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എനർജിയോട് കൂടിയാണ് മത്സരത്തെ സമീപിക്കുന്നത്. അതുപോലെ തന്നെ അവർ കാഷ്വൽ അപ്രോച്ച് അല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ചാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അത് വളരെ നല്ല ഒരു ശുഭസൂചനയാണ്. അതാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ ടീമിലെ ജൂനിയർ പ്ലേയേഴ്സിനേക്കാൾ കൂടുതൽ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫോമിലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കാണുക വളരെയധികം ആനന്ദകരമാണ്. അത് വിരാട് തിരിച്ച് ഫോമിലേക്ക് വന്നിരിക്കുന്നു. ഇടയ്ക്ക് ഒരു കാലഘട്ടത്തില്
എല്ലാ ഗ്രേറ്റ് പ്ലേയേഴ്സിനും ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സ്ലംപ് അദ്ദേഹത്തിന്റെ ഫോമിലുണ്ടായി. സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഫോം. അന്ന് പലരും ക്രിട്ടിസൈസ് ചെയ്യുന്നു. വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ക്രിറ്റിസിസം അദ്ദേഹം ഏറ്റുവാങ്ങി. പക്ഷെ ഇദ്ദേഹം തിരിച്ചിന്ന് ഫോമിലേക്ക് വന്നിരിക്കുന്നു, നല്ലൊരു കാര്യമാണ്. T20 ഗില്ല് മോശം പ്രകടനമാണ് പലപ്പോഴും നടത്തിയെന്നുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ ഗില്ല് ഏകദിനത്തിൽ അതിന് പകരം അത് ഫോമിലേക്ക് ഉയർന്നിരിക്കുന്നു. ഒരുപക്ഷെ സൂര്യകുമാർ യാദവ് 2 ഡൗണിലൊക്കെ ബാറ്റ് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ ഈ 400 മേലെ ഒരു സ്കോർ ഒരുപക്ഷെ കൂടുതൽ ഓവർ അദ്ദേഹത്തിന് കളിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ 400-ലധികം റൺസ് ഇന്ത്യക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശ്രീലങ്ക ടീമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹതാപമുള്ളൂ. കാരണം സനത് ജയസൂര്യ, ഡിസിൽവ, അല്ലെങ്കിൽ ജയവർദ്ധനെ, സംഘകാര, ചാമിൻ ദവാസ് തുടങ്ങിയിട്ടുള്ള നല്ല പ്ലേയേഴ്സിന്റെ ഒരു കൂട്ടം റിട്ടയർ ചെയ്തതിനു ശേഷം അവരൊരു റീവാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയിലെ അവിടുത്തെ എക്കണോമിക് ക്രൈസിസും ഈ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ധാരാളം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് നടത്തി നല്ല പ്ലേയേഴ്സിനെ ഗ്രൂം ചെയ്യുന്നുണ്ട്. പക്ഷെ ശ്രീലങ്കയ്ക്ക് അത്തരത്തിലുള്ള ഒരു ക്യാഷ് ക്രഞ്ച് ഉണ്ട്. അവർക്ക് അതുപോലെ പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല. ഇന്റർനാഷണൽ മാച്ചസ് കുറവാണ് അവർക്ക്. ഈ കിട്ടുന്ന എക്സ്പോഷറിൽ കൂടെ മാത്രമാണ് അവർ കളിക്കുന്നത്. എങ്കിലും ഈ ഇത്രയും മോശം കാലാവസ്ഥയിലും അവർ പലപ്പോഴും ചില നല്ല മത്സരങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൺ സൈഡഡ് ആയിട്ടുള്ള T20 ഒരു മത്സരം അവർ ജയിച്ചു എന്നുള്ളത് സത്യമാണ്. ഒരു ടോട്ടലി വൺ സൈഡഡ് അഫയർ ആയിപ്പോയി ഈ സീരീസ് എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. മറ്റൊരു കാര്യം ശ്രീ TC മാത്യു ഇവിടെ ഉണ്ടായിരുന്നത്, ഇവിടെ മന്ത്രിയുടെ ഒരു പരാമർശമായിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. ഇന്ന് ആളുകൾ എത്താത്തത് അതുകൊണ്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ശശി തരൂരൊക്കെ പറഞ്ഞതുപോലെ ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്നത്തെ കളി വലിയൊരു നഷ്ടമല്ലായിരുന്നോ? എന്ത് ക്യാമ്പയിന്റെ പേരിലാണെങ്കിലും ബോയ്ക്കോട്ടിന്റെ പേരിലാണെങ്കിലും സ്റ്റേഡിയത്തിൽ എത്താതിരുന്നത്? എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ എനിക്ക് തോന്നുന്നു ആ പൊളിറ്റിക്സിൽ എനിക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. പക്ഷെ എങ്കിലും മന്ത്രിയുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കാണികള് സ്റ്റേഡിയത്തിൽ വരാതിരിക്കുക, അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യുക, അങ്ങനെ ഒരു കാര്യമൊന്നും കേരളത്തിലെ കാണികളോ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കാണുകയില്ല. ഈ സീരീസ് ഓൾറെഡി ഡിസൈഡഡ് ആണ്. 2-0 നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ ഒരു മാച്ച്, അതേസമയം രണ്ടാമത്തെ മത്സരം ശ്രീലങ്ക ജയിച്ച് മൂന്നാമത്തെ ഒരു മത്സരമായിരുന്നെങ്കിൽ, ഒരു ഡിസൈഡഡ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കാണികൾ ഈ സ്റ്റേഡിയം നിറഞ്ഞുണ്ടായിരുന്നെ. ലങ്കാ ദഹനത്തിന് തിരുവനന്തപുരം തയ്യാറെടുക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ അർത്ഥം ഇത് ശ്രീലങ്ക ഇന്ത്യക്ക് ഒരു എതിരല്ല എന്നുള്ള ഒരു മുൻ കാഴ്ചപ്പാട് തന്നെ കാണികൾക്കും എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്, പക്ഷെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന ഒരു കാര്യം. പണം കൊടുത്ത് കാശ് ഉള്ളവർ കളി കാണാൻ വരിക. പക്ഷെ കേരളത്തിൽ 3.5 കോടി ജനത്തിൽ കൂടുതലുണ്ട്. അവരെല്ലാവരും സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണാൻ സാധ്യമല്ല. പക്ഷെ 50,000 താഴെ 50,000 സീറ്റുള്ള സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ടിക്കറ്റ് ഹോൾഡേഴ്സിന് മാത്രമേ കയറാൻ കഴിയൂ. അതിനൊരു ടിക്കറ്റ് അവർ പ്രൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപക്ഷെ കൂടുതലായിരിക്കാം. ആ പ്രൈസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഞാൻ ഒരു വിവാദത്തിലേക്ക് പോകുന്നില്ല. മറ്റ് പല സ്റ്റേറ്റിനെ അപേക്ഷിച്ച് കേരളത്തിലെ ടിക്കറ്റ് പ്രൈസിങ് പലപ്പോഴും കുറവാണ്. കഴിഞ്ഞ മത്സരത്തിലാണ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ശ്രീ TC മാത്യു പ്രതികരിച്ചതിന്. നന്ദകുമാർ ചേരുന്നുണ്ട് കാര്യവട്ടത്ത് നിന്ന്. നന്ദൻ, ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വിജയം, അതും ഏകപക്ഷീയമായി ഇന്ത്യ പിടിച്ചെടുക്കുന്നു. ആരാധകർ പുറത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാം. എന്താണ് അവരുടെയൊക്കെ പ്രതികരണം? തീർച്ചയായും ധന്യ, ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ആവേശത്തിൽ തന്നെയാണ്, ആവേശം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല ഗെയിമായിരുന്നു. വിരാട് കോഹ്ലി പൊളിച്ചു. പക്ഷേ ശ്രീലങ്കയ്ക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ചെയ്യായിരുന്നു. അപ്പൊ ശ്രീലങ്കയുടെ ആ സ്കോർ കുറഞ്ഞത് ഗെയിം കുറച്ചുകൂടി പോയേനെ, അതുണ്ടായില്ല. പക്ഷെ ഇന്ത്യൻ ടീം കിടിലമായിട്ട് കളിച്ചു. ശുഭ്മാൻ ഗിൽ ആയിരുന്നാലും വിരാട് കോഹ്ലി ആയിരുന്നാലും രോഹിത് ശർമ്മ ആയിരുന്നാലും എല്ലാം നല്ലപോലെ കളിച്ചു. കിടിലം ബൌളിംഗ് ആയിരുന്നു. ഒരു വിഷമമുള്ളത് ഗാലറി ഫുള്ളാവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ വരാത്തവരോട് എന്താ പറയാ? വരാത്തവരോട് വളരെ നഷ്ടമാണ്, വൻ നഷ്ടമാണ്. സ്ലിപ്പ് വെച്ചിട്ട് ഇന്ത്യൻ ടീം കളിക്കുന്ന ഒരു കളി കാണുക എന്ന് പറഞ്ഞാൽ അത് വളരെ വേറൊരു കാര്യം ഞാൻ കണ്ട കാര്യം, അവസാനം ഈ ഷമിയെ കയറിയുന്നത് വളരെ പൂ പോലെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. കാരണം മത്സരം കയ്യിലായി, ഇനി വെറുതെ എറിഞ്ഞ് തീർക്കാന്നൊരവസ്ഥയായിരുന്നു. ഈ മത്സരം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. 290 ന്യൂസിലാൻഡ് ഇതിനുപരി ജയിച്ച മാർജിൻ. പക്ഷെ ഇവിടെ 317 റൺസ് ഏറ്റവും വലിയ ട്രീറ്റ് ആണ്. അത് ഇനി കാര്യവട്ട
കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ചരിത്രത്തിൽ എഴുതി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായെന്നുള്ളത് അത് വളരെ അഭിമാനം നൽകുന്നു. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? പൊളിച്ചടുക്കി. ആരുടെയൊക്കെ ഫാനാണ്? വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിനോട്ടൊരു ആവേശമല്ലേ ഇന്നും അവിടെ സച്ചിൻ സച്ചിൻ എന്ന് വിളിയുണ്ട്. ഫാൻ ഫൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും ഒറ്റയ്ക്ക് ഒരുക്കി വിളിക്കും ഇന്ത്യ 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 ഇന്ത്യ. ഇത് തന്നെയാണ് ഇവിടുത്തെ ആവേശം. തലസ്ഥാനം എന്തായാലും ഇപ്പോൾ ആവേശ കൊടുമുടിയിലാണ്. എന്തായാലും ലങ്കാ ദഹനത്തിന് ശേഷം ഇന്ത്യൻ ടീം എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അവരുടെ ഹോട്ടലിലേക്ക് പോകും. നന്ദനിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പന്ന്യൻ, ക്രിക്കറ്റ് റെക്കോർഡുകളുടെ പെരുമഴയാണ് കാര്യവട്ടത്ത് ഉണ്ടായിരിക്കുന്നത്. കോഹ്ലി സച്ചിനേക്കാൾ സെഞ്ചുറി നേടുന്നു. ഏകദിനത്തിലെ ഏറ്റവും വലിയ സ്കോർ, ഏകദിനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോർ എന്നത് തന്നെ വലിയ സംഭവമായി മാറി. ഏറ്റവും വലിയ റൺ വ്യത്യാസത്തിൽ ഇന്ത്യ ജയിച്ച മത്സരം കൂടിയായി കാര്യവട്ടത്തെ ഇന്നത്തെ മാച്ച് മാറുന്നു. എങ്ങനെയാണ് താങ്കൾ കളി കണ്ടിരുന്നെന്ന് വിചാരിക്കുന്നു? എന്തായിരുന്നു അനുഭവം? നമ്മള് ഈ കളി കാണുന്നത് മിക്കവാറും ടി വിയിലാണ്. ടി വിയിൽ കളി കണ്ടാൽ നമുക്ക് കളിയുടെ ഒരു യഥാർത്ഥ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഗ്രൗണ്ടിൽ പോയി നിന്ന് കളി കാണണം. ഗ്രൗണ്ടിൽ ഓരോ റണ്ണ് എടുക്കുമ്പോഴും, ഓരോ ഫോർ വീഴുമ്പോഴും, ഓരോ സിക്സ് വരുമ്പോഴും അവിടുത്തെ ജനങ്ങളുടെ ആരവത്തിൽ നമ്മൾ പങ്കാളികളാവണം. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ തിരുവനന്തപുരത്ത് നടന്ന ഈ മത്സരം കാണാത്ത ഈ ക്രിക്കറ്റ് പ്രേമികൾക്ക് അത് ജീവിതത്തിൽ വലിയ നഷ്ടം തന്നെയാണ്. താങ്കൾ അവിടെ പോയാണോ കളി കണ്ടത്? ഞാൻ അവിടെ പോയിട്ടാണ് കളി കണ്ടത്. ഞാൻ അവിടെ പോയിട്ട് ഞാൻ ലോഞ്ചിലിരുന്ന് കളി കണ്ടു. ഞാൻ കളി കണ്ടതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. ഞാൻ അതിന് ശേഷം പിന്നെ ഇടയ്ക്ക് പുറത്തു മാറിയപ്പോ ഞാൻ ടി വിയിൽ നിന്ന് കളി കണ്ടു. കളി നേരിട്ട് കാണണം. അവിടുത്തെ ജനങ്ങളുടെ ആരവങ്ങൾ. ഇന്ത്യ എന്ന ഈ രാജ്യത്തിന്റെ അഭിമാനകരമായ വിജയത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് പങ്കാളികളാവുന്നതിന് അവിടെ വെച്ച് നമ്മൾ നേരിട്ട് കാണുന്നു. അത് കാണാനൊരു ഭാഗ്യമുണ്ടായി എന്നത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമായി ഞാൻ കാണുന്നു. നമ്മൾ ടി വിയിൽ മാത്രം കണ്ട് കളിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് പകരം നേരിട്ട് കാണുന്നുള്ളത്. കാരണം നമ്മുടെ തലസ്ഥാനത്ത്, കേരളത്തിലെ തലസ്ഥാനത്ത് പലരും ധരിച്ചെന്ന് പറഞ്ഞാൽ 2 കളി കഴിഞ്ഞല്ലോ, എനിക്ക് കളിവിലേക്ക് കാര്യമായിട്ടുണ്ടാവില്ല എന്നാ. എന്നാൽ ഇന്ത്യ അതിന്റെ ഫുൾ ഫോമിലേക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വന്നപ്പോ നമ്മുടെ ജനങ്ങളെല്ലാം അതിന്റെ കൂടെ കാണണ്ടാന്ന് രാജ്യത്തിന്റെ പതാക വീശിക്കൊണ്ടും ആവേശത്തോടെ ആളുകൾ ആർത്തു വിളിച്ചുകൊണ്ടും അതിനെ സപ്പോർട്ട് ചെയ്തൊരു രംഗം എന്റെ മനസ്സിൽ നിന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് പേര് ഈ ഒരു അനുഭവം, ഇപ്പൊ താങ്കൾ പറയുന്ന അനുഭവം ഒരുപാട് പേർക്ക് മിസ്സായി, കാണാൻ വന്നില്ല, ബോയ്ക്കോട്ട് ചെയ്തു. മന്ത്രിയുടെ വിവാദം വലിയ പ്രശ്നമാക്കി. നമുക്ക് ആ ഗാലറി കാണുമ്പോൾ വലിയ വിഷമമായിരുന്നു. ഇത്രയും ആളുകൾ ഇല്ലാതെ ആദ്യമായിട്ടാണ് വളരെ ശരിയാണ്. ഗാലറി കണ്ടപ്പോ എനിക്കും മനസ്സിൽ വിഷമമുണ്ടായി. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കളികൾ വരണം. നമുക്കിനി ലോക മത്സരങ്ങൾ ഇവിടെ വരണം. വേൾഡിലെ പ്രധാനപ്പെട്ട മത്സരം, വേൾഡ് കപ്പ്, ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെ ഒരു കിട്ടേണ്ട ഒരു സമയത്താണ് നിർഭാഗ്യത്തിന് ഇതുപോലൊരു ഒരു സംസാരം ഉണ്ടായത്. അദ്ദേഹം എങ്ങനെ അത് പറഞ്ഞു, ഞാൻ അതിനപ്പോ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരിക്കുന്നത് കളി കാണുന്ന ഒരു ആസ്വാദനം എന്ന രീതിയിലാണ്. പോസ്റ്റ് കണ്ടിരുന്നു. പക്ഷേ ശ്രീ പന്ന്യൻ, താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത്, ഏതർത്ഥത്തിലാണ് എന്ന് നമുക്കിപ്പോഴും അറിയില്ല. പക്ഷെ ആളുകൾ അതിനെ പല രീതിയിലാണ് എടുത്തത്. താങ്കൾ അത് ഏത് രീതിയിലാണ് എടുത്തത്? താങ്കൾക്ക് അത് അതെന്താ പറഞ്ഞാൽ, അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇത്തവണ നമ്മുടെ ടിക്കറ്റ് നിരക്കിൽ കുറക്കോ ചെയ്തത്. ടിക്കറ്റ് നിരക്ക് കഴിഞ്ഞപ്പോഴത്തേക്കാളും കുറക്കോ ചെയ്തത്. പക്ഷെ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് ടിക്കറ്റിന് വില കൂടിയിരിക്കുന്നു എന്ന രീതിയിലൊരു വാർത്തയിലായിട്ട് വന്ന്, സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരേണ്ട പ്രധാനപ്പെട്ട മത്സരങ്ങൾക്ക് ഒരു തടയിടുന്ന രീതിയിലായിപ്പോയി ആ ഒരു സമീപനം എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ കാണികൾ വളരെ കുറവായിരുന്നു. കുറഞ്ഞ കാണികളാണെങ്കിൽ അവരെല്ലാം ഈ ആരവത്തിലും ആവേശത്തിലുമായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭം നമ്മൾ നാട്ടിൽ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു ആളുകൾ
നമ്മളെ സ്പോർട്സിന്റെ ചുമതല വഹിക്കുന്ന ആളുകൾ ഇതുപോലെ അനാവശ്യമായ പ്രസ്താവനകൾ നടത്തിയത് അതാണ്. അതുമല്ല, ഇത് KCA നടത്തുന്നതാണ്. ഇത് മറ്റവരുമായിട്ടൊന്നും വലിയ ബന്ധപ്പെടുത്തേണ്ട, ഇല്ലെങ്കിൽ അതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യം ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയമുണ്ട്. അല്ല, അതില് ആ അഭിപ്രായം എങ്ങനെ, ആ അഭിപ്രായം അതും പറഞ്ഞ വാക്ക്, ആ വാക്ക് നമ്മുടെയൊക്കെ മനസ്സ് തട്ടുന്ന വാക്കാ. കാരണം പട്ടിണിക്കാർ പോലും പട്ടിണി കിടന്നിട്ട് പോലും കളി കാണുന്ന ആളുകളാ, പട്ടിണി കിടന്ന് കളിക്കുന്ന ആളുകളാ. കളിയോടുള്ള മനുഷ്യന്റെ ഒരു ആസക്തി എന്ന് പറയുന്നത്, അത് പെലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പട്ടിണി കിടക്കുമ്പോ ഫുട്ബോൾ കണ്ടാൽ എന്റെ പട്ടിണി ഇവിടുന്ന് പോയാലും പോയെന്ന് അറിയില്ല, ഞാൻ വിശക്കുമ്പോ തന്നെ ഈ ഫുട്ബോൾ കണ്ടാൽ വിശപ്പ് മാറുന്ന. കളിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ആളുകൾ ഒരിക്കലും ഇതുപോലൊരു വാക്ക് പറയില്ലായിരുന്നു. നിർഭാഗ്യമായി പോയി അങ്ങനെ ഒരു പറഞ്ഞത്. എന്തായാലും ഈ അനുഭവം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്താ പറഞ്ഞാൽ ഇന്ന് കണ്ടിരിക്കുന്ന, ഇന്ന് ഏതാണ്ട് ഒരു 6000-ഓളം ആളുകളാണ് ഇന്ന് വന്നത് കളി കാണാൻ. ആ ആളുകൾക്ക് ഉണ്ടായ ഒരു അനുഭവം, അത് പിന്നെ ക്രിക്കറ്റിന്റെ ഈ കേരളത്തിലെ ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഏറ്റവും ആവേശകരമായ ഒരു മത്സരം കാണാനുള്ള അനുഭവം അവർക്കുണ്ടായി. അതൊരു വലിയ കാര്യമാണ്. അതിനുവേണ്ടി എന്ത് വ്യസവും സഹിച്ചും ഈ കളി ഇവിടെ നടത്തുന്നതിന് വേണ്ടി തയ്യാറായ KCA ഞാൻ അഭിനന്ദിക്കും. നേരത്തെ KCAയുടെ പ്രസിഡന്റ് പറയായിരുന്നു, പന്നിയൻ, ഇവിടെ ലോകകപ്പ് നടക്കാനുള്ള, ഇല്ലെങ്കിൽ ഇവിടെ ഒരു വേദിയാകാനുള്ള സാധ്യതയ്ക്ക് ഈ ഒരു വിവാദം മങ്ങലേൽപ്പിച്ചു എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും എനിക്കത് അപ്പോഴേ തോന്നിയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ മത്സരങ്ങൾ ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇന്ത്യയിലെ പല ഭാഗത്ത് മത്സരം കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ഒരുപാട് പരിശ്രമിക്കുമ്പോൾ നമ്മളെ നാട്ടില് മത്സരം കൊണ്ടുവരാന്ന് പറഞ്ഞൊരു വലിയ ഭാഗ്യമാണ്. കാരണം ക്രിക്കറ്റ് പ്രേമികൾക്ക് അത് കാണണ്ടേ. നമ്മളെ ചെറുപ്പക്കാർ ഒരുപാട് ആളുകൾ ക്രിക്കറ്റ് കാണുന്നതാ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ക്രിക്കറ്റ് കാണുന്നതാ. അവർക്ക് കാണാൻ ഒരു സന്ദർഭം ഉണ്ടാവണ്ടേ. ആ സന്ദർഭം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ വിവാദങ്ങളിലേക്ക് വലിച്ചെടുത്തത് തികച്ചും നിർഭാഗ്യമായി പോയി. എന്നാൽ അതിനെല്ലാം മറുപടി പറയുന്ന രീതിയിലുള്ള കളിയാണ് ഇന്ന് നടന്നത്. നമ്മുടെ ടീം അതിന് യഥാർത്ഥ പോവലിൽ ഉയർന്നു. കളി കാണാൻ പോയ ആളുകളെല്ലാം ഒരാവേശ തള്ളിച്ചിലായിരുന്നു. ഈ ആവേശം ഇനിയും നമുക്കൊരു സന്ദർഭം കിട്ടുമ്പോഴല്ലേ ആവേശം ഉണ്ടാവും. ഈ കളിയെന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ ഇനി എന്നാണ് ഇതുപോലൊരു ആവേശകരമായ കളി കിട്ടുമെന്ന് പറയാനില്ലല്ലോ. എന്തായാലും ഇന്ന് കാണാത്ത ആളുകൾക്ക് നിരാശയായിരിക്കും. നമുക്കൊരു നല്ല കളി കാണാനുള്ള ഒരു വഴിയൊരുക്കിയതിന് ഞാൻ വീണ്ടും ഇതിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. വളരെ നന്ദി ശ്രീ പന്നിയൻ രവീന്ദ്രൻ പ്രതികരിച്ചതിന്. സമൂഹമാധ്യമങ്ങളിലെ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ കാര്യവട്ടം ഏകദിനത്തിൽ ആളുകൾ കുറയാൻ കാരണമായെന്ന് KCA പ്രസിഡന്റ് JS ജോർജ്. 6500 ടിക്കറ്റ് മാത്രമേ വിറ്റുപോയിട്ടുള്ളൂ. കാണികൾ കുറഞ്ഞതിന്റെ കാരണം BCCI ധരിപ്പിക്കുമെന്നും JS ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. മന്ത്രിയുടെ പ്രസ്താവന അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ ചെയ്തതാണ്. പല ഭാഗത്തുനിന്നും അതിനെപ്പറ്റി സോഷ്യൽ മീഡിയ ഒരു ഭയങ്കര പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഒരു സോഷ്യൽ മീഡിയയിൽ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് മാച്ച് നടത്തുന്നതെന്ന് അറിയുന്ന എത്ര പേരുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഒരു കമന്റ് അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഒരു ബോഡിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചിന്തിക്കുന്നവരുണ്ടാകാം. അത് കേരള ക്രിക്കറ്റ് ഇൻഡിപെൻഡന്റ് ബോഡിയാണെന്നും സെപ്പറേറ്റ്ലി രജിസ്റ്റേർഡ് ആണെന്നും നമ്മളുടെ ഫണ്ട് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു സെപ്പറേറ്റ് ബോഡിയാണ് നടത്തുന്നതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്. കായികമന്ത്രിയുടെ പ്രസ്താവന ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചില്ലെന്ന് KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി. സാമൂഹ്യമാധ്യമങ്ങളിൽ തെറ്റായ ക്യാമ്പയിനും മറ്റ് കാരണങ്ങളും കൊണ്ടാണ് ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചത്. നഷ്ടം കാണികൾക്ക് മാത്രമെന്നും ബിനീഷ് കോടിയേരി ന്യൂസ് 18നോട് പ്രതികരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലുകളുടെ ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിൻ ശരിക്ക് നടക്കുകയാണ്. ആ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ കാരണം ഒരു വലിയൊരു നെഗറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. ആ നെഗറ്റിവിറ്റി ശരിക്കും ഈ കളിയെ ബാധിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ പ്രസ്താവന ശരിക്കും കാണേണ്ടത് മന്ത്രി അത്തരത്തിൽ പറഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ സ്റ്റേഡിയം നിലനിർത്താൻ വേണ്ടി വലിയ രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ആളായിരുന്നു അദ്ദേഹം. അത് ഈ സ്റ്റേഡിയം നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതി കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ട് വന്നു. അതിനുശേഷം ക്യാബിനറ്റിലൊരു നോട്ട് അദ്ദേഹം തന്നെ പാസ്സാക്കി. കായികത്തിന് വേണ്ടി മീൻസ് സ്റ്റേഡിയങ്ങൾ എല്ലാം തന്നെ കായികത്തിന് വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ സ്പോർട്സ് പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു മന്ത്രിയാണ്. പക്ഷേ അതൊരു ഈ പറയുന്ന പോലെ ചില തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവാം എന്നുള്ളത് മാത്രമേ ഞങ്ങൾ അതിൽ കാണുന്നുള്ളൂ. കാര്യവട്ടം ഏകദിനത്തിനെതിരായ ബഹിഷ്കരണ ക്യാമ്പയിൻ തള്ളി ശശി തരൂർ. കായിക മന്ത്രി എന്ത് പറഞ്ഞാലും ക്രിക്കറ്റ് പ്രേമികൾ കളി കാണാൻ എത്തണമായിരുന്നു. നഷ്ടം ക്രിക്കറ്റ് പ്രേമികൾക്ക് മാത്രമെന്നും ശശി തരൂർ.
ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ്. ഒരു ബോയ്ക്കോട്ടോ ഒന്നല്ല, ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ ബോയ്ക്കോട്ടെ ശ്രമിച്ചിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു അപകടം എന്താണ്, മന്ത്രിയും പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഈ സ്റ്റേഡിയവും ക്രിക്കറ്റ് കാണികളിനെ കുറിച്ച് ഒരു ബന്ധമില്ലാത്തൊരിതാണ്. അഥവാ നമ്മൾ വരാതിരുന്നാൽ BCCI ഇത് കണ്ടിട്ട് അപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാച്ച് കൊടുക്കണ്ടെന്നല്ലേ പറയുള്ളൂ. അപ്പോൾ മന്ത്രി എന്ത് പറഞ്ഞാലും നമ്മൾക്ക് ക്രിക്കറ്റ് താല്പര്യമുള്ള വ്യക്തികൾ വരായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നഷ്ടം ശരിക്കും മിനിസ്റ്റർ ഒരു നഷ്ടമില്ല, മിനിസ്റ്ററിന്റെ ഉത്തരവാദിത്തമല്ല ഇത്. BCCI വേറെ ഒരു ബോഡിയാണ്, KCA കേരള ക്രിക്കറ്റ് വേറെ ബോഡിയാണ്. അപ്പോൾ നഷ്ടം ശരിക്കും ക്രിക്കറ്റ് താല്പര്യം ക്രിക്കറ്റ് പ്രേമികൾക്കാണ് ഈ നഷ്ടം. ഈ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ കുറച്ച് എഫക്റ്റീവായെന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ നഷ്ടം നമ്മൾക്കല്ലേ. പിന്നെ മന്ത്രിക്ക് എന്ത് പറ്റി, അയാൾ അദ്ദേഹത്തെ കാര്യം പറഞ്ഞു, പിന്നെ കുറെ ഹെഡ്ലൈൻസ് കിട്ടി. പക്ഷെ അത് അദ്ദേഹത്തിന് നഷ്ടമില്ല, ആൾക്കാർ വന്നില്ല. അല്ല, അദ്ദേഹം പറയുന്നത് ഒഴിവാക്കായിരുന്നു, പക്ഷെ ഈ ബോയ്ക്കോട്ടും ഒഴിവാക്കായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ മാച്ച് കാണുന്നവർ വന്ന് കാണായിരുന്നു. വന്നവർക്ക് എല്ലാവർക്കും വലിയ ഭാഗ്യമുണ്ടായിരുന്നു, വരാൻ സാധിക്കാത്തവർക്ക് അത് ബോയ്ക്കോട്ടിന് വിവരക്കേടായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. വാർത്തകളിലേക്ക്. നേപ്പാളിൽ പോഖ്രയിലുണ്ടായ വിമാനാപകടത്തിൽ 72 പേർ മരിച്ചു. മരിച്ചവരിൽ 5 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. 68 യാത്രക്കാരും 3 ജീവനക്കാരുമായി കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് പോഖ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് പകൽ 10:33 പുറപ്പെട്ട യതി എയർലൈൻസിന്റെ ATR 72 എയർക്രാഫ്റ്റാണ് കത്തിയമർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും അപകടത്തിൽ മരിച്ചു. പോഖ്രയിലെ പഴയ വിമാനത്താവളത്തിനും പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ഇടയിലാണ് 10:55 അപകടം ഉണ്ടായത്. रेस्क्यू 53 നേപ്പാൾ പൗരന്മാർക്കൊപ്പം 5 ഇന്ത്യക്കാരും 4 റഷ്യക്കാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു. 2 കൊറിയൻ പൗരന്മാരും അയർലാൻഡ്, അർജന്റീന, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും യാത്രക്കാരിൽ ഉൾപ്പെട്ടിരുന്നു. പോഖ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. സംഭവസ്ഥലത്തേക്ക് എത്താൻ രക്ഷാസംഘത്തിന് ഏറെ പ്രയാസം നേരിടേണ്ടി വന്നു. അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്ന് വിമാനത്തിൽ നിന്ന് ഉയർന്ന പുക പ്രദേശത്ത് മുഴുവൻ പടർന്നു. കാലാവസ്ഥ പ്രതികൂലമായതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക അനുമാനം. സാങ്കേതിക പ്രശ്നങ്ങളും പിഴവുകളും ഉണ്ടായിട്ടുണ്ടോ എന്ന് വിദഗ്ധ സംഘം പരിശോധിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തു. ചൈനീസ് സഹായത്തോടെ വിനോദസഞ്ചാര കേന്ദ്രമായ പോഖ്രയിൽ നിർമ്മിച്ച പുതിയ വിമാനത്താവളം 15 ദിവസം മുൻപാണ് പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ 30 വർഷത്തിൽ 27 ഗുരുതര വിമാന അപകടങ്ങളാണ് നേപ്പാളിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുണ്ടായ അപകടത്തിൽ 4 ഇന്ത്യക്കാരുൾപ്പെടെ 22 പേർ മരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പത്തനംതിട്ടയിൽ സംസ്കാര ചടങ്ങിനെത്തി തിരിച്ചുപോയവരാണ് നേപ്പാളിലെ വിമാനാപകടത്തിൽ മരിച്ചവരിൽ 3 പേർ. രാജു ടക്കൂരി, റബിൻ ഹമാൽ, അനിൽ ഷാഹി എന്നിവരാണ് മരിച്ചത്. നേപ്പാളിൽ സുവിശേഷകനായിരുന്ന ആനിക്കാട് നൂറോൺമാവ് സ്വദേശി മാത്യു ഫിലിപ്പിന്റെ സംസ്കാര ചടങ്ങിന് വെള്ളിയാഴ്ചയാണ് 5-അംഗ സംഘം എത്തിയത്. ഇതിൽ 2 പേർ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയിരുന്നു. കടുവ ഭീതി ഒഴിയാതെ വയനാട് മാനന്തവാടി, പിലാക്കാവ്, മണിയൻകുന്നിൽ ഇന്നലെ രാത്രിയും കടുവയിറങ്ങി. കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചു. കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാൻ തീരുമാനം. പ്രദേശത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം തെരച്ചിൽ തുടങ്ങി. പാലക്കാട് ധോണിയിൽ കാട്ടാനയായ PT-7 ഇറങ്ങി വ്യാപക കൃഷിനാശം. ഇന്ന് പുലർച്ചെയാണ് ധോണിയിൽ വിവിധയിടങ്ങളിൽ കാട്ടാന ഇറങ്ങിയത്. PT-7 പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ജനുവരി 17 ധോണി മേഖലയിലെ 4 പഞ്ചായത്തുകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ധോണി കുന്നത്തുകളം മേഖലയിലെ സജീവ്, രാധാകൃഷ്ണൻ, ശാന്തകുമാരൻ എന്നിവരുടെ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. രാധാകൃഷ്ണന്റെ വീടിന് സമീപം എത്തിയ കാട്ടാന വാഴയും നെൽകൃഷിയും നശിപ്പിച്ചു. ഞങ്ങളൊക്കെ പണ്ട് ഇവിടെ വന്ന് 10-30 കൊല്ലമായി ഇവിടെ വന്നിട്ട്, പക്ഷെ ഇന്ന് വരയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. ഇപ്പോൾ കുറേ ആയിട്ട് ഈ ആനൻ്റെ ശല്യങ്ങൾ കാരണമല്ലേ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കഴിയാനും. പിന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊക്കെ 3 കൊല്ലം കൃഷി ചെയ്തതാണ്, ഇപ്പോൾ 1 കൊല്ലാക്കി. ഇനിയിപ്പോൾ അത് 1 കൊല്ലം നിർത്തേണ്ടി വരും തോന്നുന്നുണ്ട്. സജീവിന്റെ വിളവെടുക്കാറായ നെല്ലാണ് നശിപ്പിച്ചത്. PT-7 ആണ് ഈ മേഖലയിൽ ഇറങ്ങിയത്. ഇതിപ്പോ ഇവിടെ നഷ്ടം ഒരു
കുറച്ചുള്ളെങ്കിലും എനിക്ക് അപ്പുറത്ത് കുറച്ചൊരു 1.5 ഏക്കറോളം പാടങ്ങളുണ്ട്. അതൊരു 70% മൊത്തം നഷ്ടമായി കഴിഞ്ഞു. അതിലിപ്പോൾ അവിടെ മൊത്തം ഒരു 8-9 ഏക്കറോളം കൃഷിയുണ്ട് മൊത്തത്തിൽ. അതിലിപ്പോൾ ഒരു 70% PT7 എന്നല്ല, എല്ലാ ആനകളും കൂടി അത് നശിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ധോണിയിലെ നെൽകൃഷി എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോണത്. PT7 പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനുവരി 17-ന് ധോണി മേഖലയിലെ 4 പഞ്ചായത്തുകളിൽ BJP ഹർത്താൽ പ്രഖ്യാപിച്ചു. മലമ്പുഴ, അകത്തേത്തറ, പുതുപ്പരിയാരം, മുണ്ടൂർ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. കേരളത്തിലെ വന്യജീവികളുടെ വംശവർദ്ധനവ് തടയാനുള്ള അനുമതിക്കായി കോടതിയെ സമീപിക്കുമെന്ന് വനമന്ത്രി A.K. ശശീന്ദ്രൻ. ഇതിനായി നിയമോപദേശം തേടിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നമില്ല. വന്യമൃഗശല്യത്തെക്കുറിച്ച് പഠിക്കാൻ KFRAയെ ചുമതലപ്പെടുത്തി. കടുവയുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ നാളെ വയനാട്ടിൽ സർവകക്ഷി യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. വംശവർദ്ധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ആവാസ മേഖലയിൽ ഒരു കടുവക്ക് എല്ലാം ഒരു അത്യാവശ്യം സ്പേസ് വേണമല്ലോ. ആ സ്പേസ് ഇല്ലാതായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയതയും യുക്തിബദ്ധതയും ഒന്നുകൂടി ഉറപ്പുവരുത്തണം. അതുകൊണ്ട് KFRAയോട് അടിയന്തരമായ ഒരു പഠനം നടത്തി അവരുടെ ശുപാർശകൾ, പ്രയോജനകരമായ ആ ശുപാർശകൾ കണക്കിലെടുത്തുകൊണ്ട് നിയമനിർമ്മാണം ആവശ്യമുണ്ടെങ്കിൽ നിയമനിർമ്മാണമോ അല്ല സർക്കാർ ഉത്തരവുകൾ മതിയെങ്കിൽ ആ ഉത്തരവുകൾ വെച്ചോ ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം റിപ്പോർട്ട് തേടി 6 മാസമായിട്ടും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയില്ല. കിഫ്ബി സഹായത്തോടെ 2134.50 കോടി രൂപയാണ് തുരങ്കപാതയ്ക്കായി വകയിരുത്തിയത്. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ മുതൽ വയനാട്ടിലെ കള്ളാടി വരെ 7.82 കിലോമീറ്റർ ദൂരമാണ് നിർദ്ദിഷ്ട തുരങ്കപാത. 2134 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവ് വരിക. 680 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തി. പശ്ചിമഘട്ടത്തിലെ പ്രധാന മലനിരകൾ തുരന്നുകൊണ്ടുള്ള തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. പരിസ്ഥിതി സംഘടനയായ അവർ നേച്ചർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയ പരാതിയെ തുടർന്ന് 2022 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടി. എന്നാൽ 6 മാസമായിട്ടും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ആനക്കാംപൊയിൽ മറിപ്പുഴ മുതൽ കള്ളാടി വരെ ചെങ്കുത്തായ മലനിരകളാണ്. തുരങ്കത്തിന്റെ നിർമ്മാണ കാലയളവിൽ വനത്തിനും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്കും തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരിസ്ഥിതി പ്രവർത്തകർ കേന്ദ്രത്തെ സമീപിച്ചത്. സംസ്ഥാന സർക്കാർ 6 മാസമായിട്ടും റിപ്പോർട്ട് നൽകാത്തതിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കടുത്ത നിലപാടിലേക്ക് നീങ്ങിയാൽ പദ്ധതിക്ക് തിരിച്ചടിയാകും. തുരങ്കപാത നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതിനിടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 6 മാസമായിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിന് കഴിയാതെ വന്നതാണ് ദുരൂഹത ഉയർത്തുന്നത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. തമിഴ്നാട് കാഞ്ചീപുരത്ത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി ആൺസുഹൃത്തിന്റെ മുന്നിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ച് വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വൈകിട്ട് 7 മണിയോടെ ആൺസുഹൃത്തിനെ കാണാനെത്തിയ പെൺകുട്ടിയെ 6 സംഘം വഴിയിൽ തടഞ്ഞു. തുടർന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവം പുറത്തു പറഞ്ഞാൽ പെൺകുട്ടിയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തുമെന്ന് പ്രതികൾ ഭീഷണിപ്പെടുത്തി. സംഘം ഇരുവരെയും തടങ്കലിലാക്കിയെങ്കിലും ഇവർ രക്ഷപ്പെടുകയായിരുന്നു. 6 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായവർ സ്ഥിരം കുറ്റവാളികളാണെന്ന് പോലീസ് അറിയിച്ചു. ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി. വിശ്വാസ പ്രഖ്യാപന റാലിയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. നീതി നിഷേധിച്ചാൽ നിയമം ലംഘിക്കേണ്ടി വരുമെന്നും ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പറഞ്ഞു. ഈ നിയമം നീതി നിഷേധിക്കലാണ്. അതുകൊണ്ട് ഇല്ലിസിറ്റാണ് ജനാഭിമുഖ ബലിയർപ്പണ രീതി എന്ന് പ്രഖ്യാപിച്ച സിനഡിന്റെ നിയമത്തെ നമ്മൾ ലംഘിക്കുക തന്നെ ചെയ്യും. ആ ലംഘനത്തിലൂടെ നമ്മൾ നീതി ലഭ്യമാകുവാൻ വേണ്ടിയിട്ടുള്ളതായ നമ്മുടെ പ്രയത്നങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ചലച്ചിത്ര താരം സുനിൽ സുഗതയുടെ കാറിന് നേരെ തൃശൂരിൽ ആക്രമണം. 2 ബൈക്കുകളിൽ വന്ന 4 പേർ തൃശൂർ കുഴിക്കാട്ടുശ്ശേരിയിൽ വെച്ചാണ് നടന്റെ കാറിന് നേരെ ആക്രമണം നടത്തിയത്. ഒപ്പമുണ്ടായിരുന്ന ബിന്ദു തങ്കം, കല്യാണി, സഞ്ജു എന്നിവർക്കും മർദ്ദനമേറ്റതായി നടൻ സുനിൽ സുഗത വ്യക്തമാക്കി. സംഭവത്തിൽ ആളൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
തൃശൂരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നതിനിടെ വാളുവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യുവാക്കൾ. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. ബൈക്കിലെത്തിയ രണ്ടുപേരാണ് വടിവാൾ വീശിയത്. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പൂജപ്പുര ജയിലിനുള്ളിൽ MDMA കടത്തിയ രണ്ടുപേർ പിടിയിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ വിനോദ്, ലെനിൻ എന്നിവരാണ് പൂജപ്പുര പോലീസിന്റെ പിടിയിലായത്. മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കഴിയുന്ന സജി എന്നയാൾക്ക് വേണ്ടിയാണ് MDMA കടത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മയക്കുമരുന്ന് കേസിൽ ജില്ലാ ജയിലിൽ കഴിയുന്ന സജിയെ കാണാൻ വിനോദും ലെനിനും എത്തിയത്. സന്ദർശകർക്കുള്ള സ്ഥലത്തെത്തിയ ഇരുവരും MDMA ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. സംശയം തോന്നിയ ജയിൽ വാർഡൻ സജിയെ പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെത്തിയത്. ജയിലിനുള്ളിലെ മറ്റു ചില തടവുകാർക്കും മയക്കുമരുന്ന് എത്തിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കണിയാപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോവുകയും പോലീസിന് നേരെ ബോംബെറിയുകയും ചെയ്ത പ്രതി ഷഫീഖ് പിടിയിൽ. ആര്യനാട് പോലീസാണ് ഇയാളെ പിടികൂടിയത്. നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഷഫീഖ് പിടിയിലായത്. ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്ത് വീട്ടുടമയെയും ഇയാൾ ആക്രമിച്ചു. തലയിൽ കല്ലുകൊണ്ടിടിച്ച് കിണറ്റിൽ തള്ളി കൊലപ്പെടുത്താനായിരുന്നു ശ്രമം. കൂടെയുണ്ടായിരുന്ന മറ്റൊരു പ്രതി അബിൻ ഓടി രക്ഷപ്പെട്ടു. പോലീസിനെ ആക്രമിച്ച കേസിൽ ഷഫീഖിന്റെ സഹോദരനും അമ്മയും നേരത്തെ പിടിയിലായിരുന്നു. തിരുവനന്തപുരം ശ്രീകാര്യത്ത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. ശ്രീകാര്യം അമ്പാടി നഗർ സ്വദേശി സാജു ആണ് മരിച്ചത്. ക്രൂരമായ മർദ്ദനത്തിൽ അവശനായ സാജുവിനെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. സംഭവത്തിൽ പ്രതികൾ പിടിയിലായി. അനീഷ്, വിനോദ് എന്നിവരാണ് പിടിയിലായത്. മദ്യപാനത്തിനിടെ സാജുവിന്റെ മൊബൈൽ സുഹൃത്തുക്കൾ പിടിച്ചുവാങ്ങി. ഇത് തിരിച്ചു ചോദിക്കാൻ എത്തിയപ്പോൾ കല്ലും തടിക്കഷ്ണങ്ങളും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പരുത്തിപ്പാറയിൽ വെച്ച് പോലീസ് പിടികൂടി. പ്രതികളിൽ ഒരാളായ അനീഷ് വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ആലപ്പുഴ കായംകുളത്ത് ഹെൽമറ്റ് ധരിക്കാത്തത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് CPM നേതാവിന്റെ ഭീഷണി. ചേരാവള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അഷ്കർ അമ്പലശ്ശേരിയാണ് കായംകുളം സ്റ്റേഷനിലെ SI ശ്രീകുമാറിനെ ഭീഷണിപ്പെടുത്തിയത്. നടപടിയിൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നായിരുന്നു അഷ്കറിന്റെ ഭീഷണി. കഴിഞ്ഞ വെള്ളിയാഴ്ച കായംകുളത്ത് നടുറോഡിലാണ് അഷ്കർ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിപാടിക്കായി കായംകുളത്ത് പോലീസ് ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അഷ്കറിന്റെ വാഹനവും പോലീസ് തടഞ്ഞു. ഇതിനിടെ ഹെൽമറ്റ് വയ്ക്കാത്തത് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതോടെ ഇയാൾ പ്രകോപിതനായി. തർക്കം രൂക്ഷമായതോടെ ജോലിയിലുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും പിടിച്ചുമാറ്റി. ഭീഷണി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അഷ്കർ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരോപണവുമായി എത്തി. മന്ത്രിയുടെ പരിപാടി SI അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ആരോപണം. ഭീഷണിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തിയുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് ആലത്തൂരിൽ ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനൊപ്പം 10 കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി CPM. ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 10 ലോക്കൽ കമ്മിറ്റികളിലും ഓരോ വീടുകൾ വീതമാണ് CPM നിർമ്മിച്ചു നൽകുന്നത്. ആലത്തൂർ കാട്ടുശ്ശേരി സ്വദേശി സജിതയുടെ പഴയ വീടിന്റെ ചിത്രമാണിത്. ഇപ്പോൾ സജിത താമസിക്കുന്നത് CPM നിർമ്മിച്ചു നൽകിയ സ്നേഹ വീട്ടിലാണ്. ആദ്യം എൻ്റെ ചെറിയൊരു നെടുമ്പരയായിരുന്നു. എൻ്റെ മകൾ ഒപ്പോഴും എന്നോട് പറയും, ഒപ്പോഴമ്മ നമുക്കൊരു വീടാകണമെന്ന് ചോദിക്കും. ഞാൻ പ്രശ്നമായിട്ട് പണിക്ക് പോകുന്നുണ്ട്. പാടത്ത് പണിക്ക് പോയിട്ട് വന്നിട്ട് മകളിനെ അടുത്ത വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പ്രശ്നമായിട്ട് പണിക്ക് പോകുന്നത്. അവിടെ പോയി പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ 6:15 ആവും. വന്നു കഴിഞ്ഞിട്ട്
പിന്നെ മകൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കും. തലേന്നേരത്ത് നെടുമ്പാരിൻ്റെ ഉള്ളിൽ പാമ്പ് വന്ന് കിടക്കും. മണ്ണ വിളക്കാണ്. പിന്നെ അപ്പുറത്തുള്ള വീട്ടുകാരനെ വിളിച്ചിട്ടാണ് അതിനെ ആട്ടി വീണത്. മോളിൽ പറഞ്ഞാൽ അവൾക്ക് അതേമാതിരി ഒരു വീട് വേണം. അവൾ എപ്പോഴും എന്നോട് പറയും. ഞാൻ പറയും എന്നെ കൊണ്ടൊന്നും സഹായിക്കില്ല ഉണ്ണി. അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും പറയായിരുന്നു. ഇപ്പം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്ത് സഹായിക്കുന്നു ഞാൻ പറയും അവളുടെ അടുത്ത്. ആലത്തൂർ കുമ്പളക്കോട് സ്വദേശി രതികയും ഏറെ ആശ്വാസത്തിലാണ്. ഇവരുടെ കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകിയത് CPM ആണ്. വീട് എന്നുള്ളൊരു സ്വപ്നം ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിതിൽ ഇരിക്കുന്നത് എനിക്കിങ്ങനെ കെട്ടി തന്നു എന്നുള്ളൊരു എനിക്ക് എന്താ പറയണമെന്ന് എനിക്ക് അറിയില്ല. അതിന് ആഗ്രഹിച്ചതിനെയും കാട്ടിയും വലുതാണ്. എല്ലാ സൗകര്യവും ഉണ്ടായാലും ഇനിയിപ്പോൾ സൗകര്യ കുറവ് ഒന്നുമില്ല. എല്ലാ സൗകര്യത്തോടു കൂടിയും ഒരു നല്ലൊരു വീട് എനിക്കൊരു പണിത് തന്നു. ആലത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തോടൊപ്പം 10 വീടുകൾ നിർമ്മിക്കാനും നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. പാർട്ടി പ്രവർത്തകർക്കൊപ്പം മറ്റു ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കിയാണ് വീട് നിർമ്മാണമെന്ന് നേതൃത്വം വ്യക്തമാക്കി. വീടുകൾ കൂടി വെച്ച് നൽകണം എന്ന് നമ്മൾ കാൾ ഫോർ ചെയ്തു. അതിൻ്റെ ഭാഗമായി പാർട്ടി മെമ്പർമാരുടെയും ബഹുജനങ്ങളുടെയും വലിയ പിന്തുണയാണ് നമുക്ക് ലഭിച്ചത്. ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് തന്നെയാണ് അതിനുള്ള പൈസ നമ്മൾ കണ്ടെത്താൻ തീരുമാനിച്ചത്. അതിൻ്റെ വർക്കുകൾ അങ്ങനെ തന്നെ നടക്കുന്നത്. അതിൽ പാർട്ടി മെമ്പർമാരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഏകദേശം 80 ലക്ഷത്തോളം രൂപയാണ് പാർട്ടി മെമ്പർമാരുടെ വിഹിതം എന്ന നിലയ്ക്ക് ഈ പ്രവർത്തനങ്ങൾക്കാകെ നമുക്ക് ലഭിച്ചത്. സാങ്കേതികത്വം മൂലം ലൈഫ് പദ്ധതിയിൽ ഇടം കിട്ടാത്തവർക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച സൗകര്യവും വീടുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 13-ന് മുഖ്യമന്ത്രി ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. അന്ന് തന്നെ വീടുകളുടെ താക്കോൽ വിതരണവും നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. പ്രവാസി സേവാ സമിതിയുടെ UAE ചാപ്റ്ററിന്റെ പ്രഥമ മാധ്യമ പുരസ്കാരം ന്യൂസ് 18 കേരള ന്യൂസ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രന്. അജ്മാനിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സുരേഷ് ഗോപി അവാർഡ് സമ്മാനിച്ചു. ഇവിടേക്ക് അനേക കാലങ്ങൾ ജോലി ചെയ്തിട്ട് ഇപ്പോൾ ന്യൂസ് 8 എഡിറ്റോറിയൽ ചീഫായി ഏകദേശം 22 വർഷത്തിൽ കൂടുതലായി ടെലിവിഷനിൽ ഇവിടെ തുടങ്ങി. സൂര്യ, ദൂരദർശൻ, കൈരളി, ഏഷ്യാനെറ്റ് ഇവിടേക്ക് അനേക കാലങ്ങൾ ജോലി ചെയ്തിട്ട് ഇപ്പോൾ ന്യൂസ് 8 എഡിറ്റോറിയൽ ചീഫായി ഏകദേശം 22 വർഷത്തിൽ കൂടുതലായി സേവനമനുഷ്ഠിക്കുന്നു. മലകളുടെ നാടാണ് മലപ്പുറം. മലപ്പുറത്തെ മനോഹരങ്ങളായ മലകൾക്ക് മുകളിലൂടെ പുലരി കടന്നുവരുന്ന ദൃശ്യം അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര സൗന്ദര്യമേറിയതാണ്. മലപ്പുറത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അരിമ്പ്രമലയിലെ മിനി ഊട്ടിയിൽ നിന്ന് നമ്മുടെ ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറ പകർത്തിയ പ്രഭാത ദൃശ്യങ്ങളോടെ വാർത്തയിൽ വിശദമായി പൂർണ്ണമാവുന്നു. നമസ്കാരം.